ഹലോ, വെൽക്കം ബാക്ക് ടു ഇൻദസ് വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ ചക്ക വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചമ്മ എന്നെയും വിളിച്ചുകൊണ്ട് പോയി, വാ നമുക്ക് ചക്ക എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അച്ചമ്മയും കൂടെ പോയി ചക്ക എടുത്തുകൊണ്ട് വന്നു കേട്ടോ. നല്ല വലിയ ചക്ക കേട്ടോ, 2 ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്ന് മാത്രം എടുത്ത് ചക്കപ്പുഴുക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛമ്മയും അമ്മയും കൂടെ ചക്ക റെഡിയാക്കാൻ കേട്ടോ. അതിൻ്റെ ചുളയൊക്കെ പറിച്ചെടുക്കുകയാണ്. ഭയങ്കര വലിയ ചക്കയാണ് കേട്ടോ, അതുകൊണ്ട് അത് മുറിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ദർശക്കുട്ടൻ ഇവിടെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട്. അതുകൊണ്ട് അവന് പാട്ടൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമായിരുന്നു. അങ്ങനെ ദേ ചക്ക ചുളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അച്ഛമ്മ അതിൻ്റെ വാക്കത്തിലുണ്ടായിരുന്ന മുളഞ്ഞയൊക്കെ കളയാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ട് അത് മുറിച്ചെടുക്കുകയാണ്. അച്ഛമ്മയും അമ്മയും കൂടെ തന്നെയാണ് മുറിച്ചെടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ പുഴുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളതിനെ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിനെ നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം. നമുക്ക് കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് ചതച്ചെടുക്കാം. നാളികേരവും ജീരകവും പച്ചമുളകും വെളുത്തുള്ളി ഉള്ളിയൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചതച്ചെടുത്ത ആ അരപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ആ ചക്കയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, അടിപൊളിയാണേ. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ. അച്ചമ്മ പുഴുക്ക് കറണ്ടൊക്കെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ പോയിട്ട് ഇനി ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ.